तुमको समझ नहीं आ रहा वो है क्या? പാപ്പാ ആ കോപ്പ ഷാജിയേട്ടാ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഷാജിയേട്ടാ? ആക്രിക്കാർക്ക് എടുത്തു കൊടുക്കാം. എന്നാ പിന്നെ ഇരുമ്പിന് തന്നെ കൊടുക്കാം. ഇങ്ങേരെ നടുവേന കാരണം മനുഷ്യന് തലവേനയായി. ഒന്ന് വേഗം സാറേ ദേ എനിക്ക് ഉറപ്പാ ആ പടം വലിക്കരുത് എന്റെ സാധനം കിട്ടി കാണും. അവന്മാരല്ലാതെ ആരും സ്റ്റേറ്റിലുണ്ടായിരുന്നില്ല. डाउट तो हो गया मुझे ना. ആമ്പാനോടെ കാണും. അവന്മാര് വീട്ടിൽ കാണും, അല്ലാണ്ട് അവിടെ പോനാ. നമുക്ക് വീട്ടിൽ ചെന്ന് ആ പാപ്പന്റെ തള്ളേനെ തട്ടിക്കൊണ്ടുവന്നാലാ? നല്ല ഐഡിയ. എന്താ പറഞ്ഞത്? തള്ളേനെ തട്ടിക്കൊണ്ടുവരാ. എന്നിട്ട് വേണം ആ തള്ള എന്റെ തലയിലാ. ये उसकी बहन है. വരുന്നേ പാപ്പന്റെ ചേട്ടന്റെ മോളാ. നമുക്ക് തള്ളയെ മാറ്റിട്ട് അവളെ അങ്ങ് പൊക്കിയാലോ? അത് കറക്റ്റാ സേവിയർ സാറേ. പെൺപിള്ളേരെ തട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാല് ആരായാലും പട്ടി വരണ പോലെ പുറകെ കൂടി വരും. നാണക്കേട് പേടിച്ചു. എങ്ങനെ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെ ഒരു ചീള് കേസ് ഞാൻ ചെയ്യാൻ പോണേ. ടൈമില്ലാതെ പോയി. ഒരൊറ്റ കാര്യം കൊണ്ട് ചെയ്യുവാ. നിങ്ങൾ ചെല്ല്, അവളെ ഇങ്ങ് പൊക്കിക്കൊണ്ടുവാ. സോമ ഇത്തിരി കലിപ്പ് പിടിച്ചോ. ഈ ബാറ്ററിന്റെ പവർ എന്താണെന്ന് അവളിന്നറിയും. എടേ കൊച്ച്, അത് ഈ ഒച്ചപ്പാടൊന്നും വേണ്ട. മര്യാദക്കൊന്ന് ജീപ്പ് കയറിക്കോ. ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം. സല്ല എന്താ കേട്ടില്ലേ? इस बॉल को कौन ले जाता है? അത് നിനക്ക് മാനക്കാണോ? അപ്പൊ എങ്ങനെ തന്നെ കയറോ അതോ പൊക്കി കയറ്റണോ? എന്നാ എന്നാ कराटे सीखती है. कराटे क्लास नहीं आ रही थी वो. अब इनकी खैर नहीं है. उसका मुंह टेढ़ा हो गया. അതെ, എനിക്ക് തോന്നുന്നത് 500 കൊല്ലം മുമ്പ് ഭരിച്ച ഏതോ സുൽത്താൻമാർ ഉപയോഗിച്ച നാണയങ്ങളുടെ ഏതായാലും 500 തന്നെ കാണുന്നേ. ഒരു 0 കൂടി കൂട്ടി 5000 തന്നെ. അയ്യോ 5000 ഒന്നും നടക്കില്ലേക്കാ. കൊറേ കാശ് കൊടുത്ത് മേടിച്ചാ നീ. എന്നാ ഒരു കാര്യം ചെയ്യാം, കൊടുക്കുന്ന വില അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ പറയരുത്. ഏതായാലും ചാജും കൂട്ടരുത് വരെ വന്നതല്ലേ, വെറുതെ ആക്കണ്ട. ഒരു വില പറ. അതെ, വില എന്ന് പറയുമ്പോ ഒരു 1,00,000 രൂപ. ആ അതെ. ആ 1 ലക്ഷം കുറച്ച് കൂടുതലാ, അത് നടക്കൂല. എന്ത് പറയാനാ, ഞമ്മക്ക് ഈ പുരാവസ്തു പോലത്തെ പഴയ സാധനങ്ങളോട് കുറച്ച് മുഹബത്ത് കൂടുതലാണ്. എന്തെങ്കിലും ആട്ടെ, ഒരു 0 കൂടി 50,000 തന്നേക്കാം. എന്നാ പിന്നെ 2-3 0 കൂടി അങ്ങനെ ഇടുന്നേ. അതെ, പഠിക്കുന്ന കാലത്തെ ഷാജിയേട്ടന് പൂജ്യങ്ങളോട് അഗാധമായ പ്രണയം. ആണോ? അതിനെന്താ 50,000 ഇപ്പൊ തന്നെ 3-4 പൂജ്യല്ലേ? 50,000 കുഴപ്പമില്ലല്ലോ. തീർച്ചയായും उतने में ही खुश हो गया. उन्हें पता नहीं ना क्या चीज है. 1500 അല്ല. ശരി എന്നാ നോട്ട് നിരോധിച്ചു. वो सही करते एक लाख ना. അതിന് പാപ്പന്റെ കിഡ്നി വിൽക്കാലോ. सचिन का फैन हमेशा वही टी शर्ट पहन के घूमता है. ഈ 15,000 സാധനത്തിന് ഇയാൾ അതിനകത്ത് 50,000 വന്ന്. ഇത് പുരാവസ്തു അല്ലെങ്കിലും സ്വർണ്ണം വല്ലതും ആണെങ്കിലും നോക്കിയാലോ. ഷാജിയേട്ടാ, അത് പുരാവസ്തു തന്നെ. എനിക്ക് ഉറപ്പാ. ഞാൻ അത്ര ഡീൽ ചെയ്തിട്ടുള്ള പുരാവസ്തു. ആ മണ്ടനെ പറ്റിച്ച് നമ്മൾ കുറച്ച് കാശുണ്ടാക്കി വിചാരിച്ചാൽ മതി. അതെ, ആ പുരാവസ്ഥാനെക്കാട്ടും പഴയതല്ലേ പാപ്പന്റെ വണ്ടി. ഇത് കൊടുത്ത് എന്ത് കിട്ടും? എന്റെ നല്ല ചവിട്ട് കിട്ടും. നടന്നേ, പിള്ളേരെ ഇറക്കാൻ നോക്കാം. എന്നതാടാ ലോനപ്പാ, ഓല് പോയി കഴിഞ്ഞാൽ നമ്മള് സ്പെഷ്യല് വണ്ടി ഇറക്കണം. വിട്ടടിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും കോയമ്പത്തൂർ എത്തണം. അല്ലാ, നോട്ട് നിരോധനം വന്നപ്പോ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചാണ് ഈ അബ്ദുള്ള. പടച്ചോനെ, പിന്നെ ഈ പാവപ്പെട്ട കള്ളക്കാരനാണ് ഈ വാരി പോയി തരുന്നുണ്ടല്ലോ അനുഗ്രഹം. അല്ലാ, पुलिस वाले आ गया उसमें. ഡിസിപ്ലിൻ കുറവാണോ? എനിക്ക് തോന്നി സാർ. നീ ഇന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു. ശ്രദ്ധിച്ചിരുന്നാ നിന്നെ ഞാൻ വേറൊരു ഷമീറാക്കും. കമാൺ. തോൽവിയാവൂ. ആശാൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു.
ആശാൻ എന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സമയം മാറിയിടും. അതുകൊണ്ടാണ് വരിഞ്ഞു കയറിയിട്ടാണെങ്കിലും എനിക്ക് ഈ ഫോട്ടോയിൽ കയറി നിൽക്കാൻ തോന്നി. ഇനി വെച്ചടി पता थोड़ी क्या होने वाला है. എനിക്ക് മാപ്പ് താൻ. കോപ്പ് തന്നടാ കമ്മട്ടിപ്പാടം. കമ്മട്ടിപ്പാടോ? ഞാനിപ്പോ അയച്ചു തന്ന ഫോട്ടോയിൽ ആ കമ്മട്ടിപ്പാടം കൈമാറുമ്പോ കേന്ദ്ര ഇന്റലിജൻസ് അയച്ചു തന്ന ഫോട്ടോയാണത്. സാർ ഞാൻ ഒരക്ഷരം മിണ്ടി പോരുത്. ഒരു ടീം അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. മര്യാദയ്ക്ക് സാധനം കടത്തിയവരെ വൈകുന്നേരത്തിനകം പിടിച്ചില്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. കളിച്ച് കളിച്ച് രാജ്യദ്രോഹത്തിന് കൂട്ടു നിൽക്കുന്നോടാ റാസ്കൽ. എന്താണ് ഈ കമ്മട്ടിപ്പാടം? അത് ദുൽഖർ സൽമാന്റെ സിനിമയല്ലേ? അതെങ്ങനെയാണ് പെട്ടി കൊണ്ടുപോകുന്നത്? ഏത് പെട്ടി? ഈ തൊട്ടി പാപ്പന്റെ ഇരിക്കുന്ന ഈ പെട്ടി. അത് ചിലപ്പോ ഫിലിം പെട്ടിയായിരിക്കും. क्या करेगा अभी ये? ഷജയുടെ ഫോൺ. കർത്താവേ, ആശുപത്രി ആയിരിക്കൂടാ ബില്ല് കൊടുക്കാൻ വല്ലത്. ഹലോ, എടാ കള്ള രാജ്യദ്രോഹി പാപ്പ. നീ കളിച്ച് കളിച്ച് ഇന്റർനാഷണൽ അതോ ലോകം അല്ലടാ. അയ്യോ സാറേ, എനിക്ക് ലാസറുമായിട്ടൊരു ബന്ധമില്ല. അവര് നമ്മളെ പിള്ളേരെ പിടിച്ചു വെച്ചപ്പോ പിള്ളേരെ പിടിച്ചു വെച്ചാൽ നീ കള്ളനോട്ട് അടിക്കോ അല്ലടാ. അത് മാറിന്റെ കയ്യിൽ നോട്ടില്ലാത്ത ഈ കാലത്ത്. ये फंस गए. കള്ളനോട്ടോ? മര്യാദക്ക് നീ എവിടാന്ന് വെച്ചാ അവിടെ നിന്നോ. എന്നിട്ട് ഞാൻ വരുമ്പോ ആ കമ്മട്ടിപ്പാടം കമ്മട്ടവുമായിട്ട് കീഴടങ്ങി. എടാ, ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒറ്റമൂലിന്നും പറഞ്ഞ് മേടിച്ചത് കമ്മട്ടായിരുന്നു റവേ. ഹലോ, अब पता चल गया फोन उनको. हाँ ഗോവിന്ദാ സാർ, വണ്ടി അങ്ങോട്ട് ഒതുക്ക്. ഷാജിയേട്ട്, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. ലോകം എന്നാ ഇങ്ങനെ കാര്യന്നത്? എന്റെ ഫോണാണ്. ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. കർത്താവേ, ഇനി എന്തൊക്കെ പുലി ഷാജിയേട്ടാ, നമ്മള് अब देखिए मैंने फोटो. सोशल मीडिया पे കർത്താവേ, തന്നെ രാജ്യദ്രോഹി എന്നൊക്കെ. പാപ്പ, നമ്മളിത്ര ഇവിടുത്തെ ഫേമസ് ആയ കർത്താവേ, നമ്മളെ പോലീസ് പിടിക്കുന്നതാണോ തോന്നുന്നു. വണ്ടി എടുക്കും പാപ്പ. 50,000 ഒന്ന് നമ്മളെ പറ്റിച്ച് അവന്റെ അടുക്കുന്ന കമ്മട്ടം നമുക്ക് തിരിച്ചു പഠിക്കണം. നീ കൊറേ പുരാവസ്തു ഉണ്ടാക്കിയിട്ടുണ്ടല്ലയോ? നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറി മേടിച്ചാ നടക്കാൻ. कुछ पता नहीं है, ऐसे बनता है वो भी. अब क्या ही फायदा वापस जाके, अब तो निकल भी गएंगे. ഇന്ന് ബാങ്കുകളിലൂടെ വിതരണത്തിനെത്തിയ പുതിയ 500 രൂപ നോട്ടിന്റെ ഡിസൈൻ ചോർന്നുവെന്ന് ചേടാ, നമ്മുടെ ഇട്ടാവട്ടത്തിടന്ന് കളിച്ചോണ്ടിരുന്നമാരല്ലേ? അതെ അതെ, കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനല്ലേ ഇവന്മാര് വലിയ രാജ്യദ്രോഹികളായത്. എന്നാ വളർച്ച. കൈമാറുന്ന ഫോട്ടോ ഇന്റലിജൻസ് പുറത്തുവിട്ടു. ഈ ഫോട്ടോയിൽ സാന്നിധ്യം സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ ആക്കിയിരിക്കുകയാണ്. രാജ്യദ്രോഹികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷം. ഞാനിപ്പാ ആ ലൈറ്റും കൂടി താങ്ങി ചവിട്ടിക്കോ. അങ്ങനെ ആവുമ്പോ ആർക്കും ഡൗട്ട് അടിക്കൂല. एम्बुलेंस में जाता ताकि एम्बुलेंस ताकि किसी को पता न चले. കള്ളനോട്ട് അടിക്കുന്ന സാധനം ഒന്നായിക്കോ പറഞ്ഞുകൂടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ അയാൾക്ക് പിന്നെ നോട്ടടിക്കാൻ പറ്റുമോ പാപ്പ? പൊടച്ചോനെ, ആ ഇരുമ്പിക്ക് അവിടെ ഉണ്ടാവണേ. उनको क्या ही पता चलेगा उसी में हो. उसे देख तो लिया वैसे. उसको पहचान लिया उसने. എടാ, ആംബുലൻസിൽ പോയത് ഇരുമ്പ് അബ്ദുള്ളയുടെ ഡ്രൈവർ തന്നെയല്ലോടാ? ആണല്ലോ പാപ്പ. കർത്താവ്, ഇനി അയാളങ്ങനെ കഞ്ഞു പോയി. നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി ആംബുലൻസിൽ മുങ്ങി നടക്കില്ല. ശരിയാ, വണ്ടി തിരിക്കോപ്പാ. വണ്ടി തിരിച്ച് മണ്ടന്മാർ എവിടെയെങ്കിലും ഹൈഡ് ചെയ്യാൻ പറഞ്ഞപ്പോ ലോറിയുടെ പുറത്തുകൊണ്ടേ കെറ്റിയിരിക്കുന്നു. ആ ഡ്രൈവർക്ക് നല്ല മനസ്സ് തോന്നി ഇറക്കി വിട്ടതുകൊണ്ട് ഭാഗ്യം. അല്ലെങ്കിൽ വലിയ കോയമ്പത്തൂർ പോയി ഇറങ്ങേണ്ടി വന്നേ. കഴുതകൾ ഇനി ഒന്നും നോക്കണ്ട. അവരെ കണ്ട ഇങ്ങനെ വെടിവെച്ച് क्या कंट्रोल करते रहते हैं. എന്നെ പറഞ്ഞാൽ മതിയല്ല. നിന്നെയൊക്കെ തീറ്റിപ്പോച്ച സമയത്ത് 3 ആനകളെ വാങ്ങിയിരുന്നെങ്കിൽ തൃശ്ശൂർ പൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു. ബാഡ് ഐഡിയ. എനി ഡൗട്ട്സ്? സാർ, യെസ്, ഒരു സംശയം. യെസ്, ടെൽ മീ, ആസ്ക് മീ. Tell സംശയം me, എന്തും ask നല്ലതാണ്. me. ഈ തൃശ്ശൂർ പൂരത്തിന് യെസ്, അത്ര ആനകളുടെ ഇടയ്ക്ക് നമ്മുടെ 3 ആനെ കൊണ്ട് നടത്തിയ കച്ചവടം നടക്കും. അയ്യോ അയ്യോ, Tell me, ask me. Dude तो गया. പൊറോട്ട എടുക്കണ അങ്ങനെയല്ല. പഴയ പൊറോട്ട ഡൂടല്ല, ബാങ്കോക്ക് ഡൂടാണ്. अब इससे फिर हो गया. ये तो हो गया. ഞാനിപ്പാ എന്താണ് അവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ? വണ്ടി നിർത്തിയായി. അയ്യോ, ഇത് രോഗികളെ കയറ്റുന്ന ആംബുലൻസ് അല്ല. കല്യാണത്തിന് വന്ന उसको अंदर रख दिया.
उसे कहाँ लेके जाएगा अब आगे उसको होश ആരാണ്? എന്താണ്? മാണ്ട മാണ്ടേ? അതെന്താണ്? തരൂല. തരൂലെന്നാ? എന്ത് തരൂലെന്ന്? आप समझ जाएगा ये जिसको यही ढूंढ तो रहा चाहिए था उसकी तो लॉटरी लग गई दूसरी ഇത് മറ്റേ പണയം വെച്ച ബുള്ളറ്റ് അല്ല വാനാ. ഷാജിട്ടോ ദേ ഒറ്റമൂലി ബംഗാളികളെ വിളിക്കുന്നു എന്റെ പൊന്നിന്റെ ഫോൺ കട്ടി പോലീസുകാരെ ട്രേസ് ചെയ്യും पुलिस भी पीछे से പാപ്പ ദേ അമ്മ എടാ ഇത് മറ്റേ വെടിവെപ്പായിരുന്നല്ലോടാ. उसको याद आ गया इसे അപ്പൊ നമ്മുടെ സാധനം മേടിക്കാം. ഇയാള് ചത്തല്ലേ? ഞങ്ങള് തരേണ്ട ചവിട്ട് ആ വെടിവെപ്പാരൻ തനിക്കിട്ട് തന്നത്. താൻ എന്നാ പറഞ്ഞത്? പുരാവസ്തുവിനോട് തനിക്ക് ഭയങ്കര മുഹബത്താണെന്നല്ലയോ? ഇതാണോ തന്റെ മുഹബത്തിന്റെ കാശ്? ഞങ്ങളുടെ സാധനം എടുക്കും. എല്ലാം പോയി മക്കളെ, എല്ലാം കൊണ്ടായി. അത് ആംബുലൻസിന്. ആംബുലൻസിലോ? അപ്പൊ വണ്ടി കയറാം. എടാ ഷാജി, ഞാനും വരാം. ഈ സാധനത്തിൽ അങ്ങോട്ട് കളയടാ. फेंक दिया उन्होंने नीचे പടച്ചോലെ, നമ്മള് കമ്മട്ടം പോയല്ലോ. ആഹാ, എനിക്കില്ലേ പിന്നെ ആർക്കും വേണ്ട. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അല്പായസായി പോയല്ലോ എന്റെ തുപ്പി. दूसरे रोज ये परेशान हो गया എന്റെ തുപ്പി ये क्यों रोना? നീ എന്തിനാണ് കരയുന്നത്? എന്റെ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് സാറ് ചെയ്യില്ലാവല്ലോ കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. അതപ്പോ ഒറ്റ ഇടിച്ച് ട്രൂ കോളർ ഇരുമ്പ് അബ്ദുള്ള. ഇതേത് മരണം? എസ് എ ഷമീർ. ഇതൊരു അനാനിമസ് കോളാണ്. പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. താൻ പേര് പറയണ്ട, കാര്യം പറഞ്ഞാ മതി. ആ ഷാജി പാപ്പനും പിള്ളേരും ഇപ്പൊ ആ കള്ളക്കമ്മട്ടായിട്ട് കുളമാവ് ഡാമിന്റെ മോളിൽ കൂടെ മേലോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ പോയ ഗോവിന്ദ സർ, ഇനി വണ്ടിയല്ല. ഓക്കെ സർ. बस रेस ഞാൻ എന്നാലും ഷാജിയേട്ടാ ഈ വെസ്റ്റ് ഇന്ത്യ കാട്ടുപുറത്ത് എങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് കയറി? കഷ്ടകാലം വരുമ്പോ എല്ലാ നാറുകളും വണ്ടിയും പിടിച്ചിങ്ങ് വരുമല്ലോ. വണ്ടി വിടു പാപ്പാ. എടാ ആംബുലൻസാ, ഇനി വിട്ടുപോയി എല്ലാം കൂടി അതിനകത്ത് പോകേണ്ട വരും. പാപ്പാ വണ്ടി നിർത്തിക്കേ. എന്നാടാ പറിച്ചു കളയും ഇങ്ങോട്ടേ. My sweetheart, my sweetheart. Come on boys, drive fast. Okay dude. ഷാജിയേട്ടാ പെട്ടെന്ന് വിട്. बाहर गिरने वाला था ആരാ പാപ്പന്റെ വണ്ടി കോട്ടം വെച്ചത്? ഇറങ്ങി അടി പാപ്പ. ये कौन है? अरे ये वही है अरे ഉതുപ്പ് നമ്മളെ പുതപ്പിച്ച് കടത്തു ഷാജിയേട്ടാ. ഷാജി പാപ്പാനെ अरे जिसको इन्होंने वो नहीं किया था, उससे जीप चलवाई थी, अच्छा अच्छा प्रोटेस्ट में उससे पहले शराब पिलाई थी തിരിച്ചു വന്നില്ലേ? ബോഡി വീട്ടിലെത്തിക്കണടാ. റീത്ത് പറയട്ടെ പാപ്പ. ഇതെന്നാ ഉതുപ്പച്ചായ? പള്ളിയിലേക്കാണോ? മറ്റേ ആ സംഭവത്തിന് ശേഷം പ്രതിവർഷം പൊതുരെ തല്ലി. അങ്ങനെ 3 ആഴ്ച ആശുപത്രിയിലായിരുന്നു. അവിടുന്ന് പോലീസുകാർ പൊക്കിക്കൊണ്ടുപോയി കുറച്ചു ദിവസം ജയിലിൽ. മാത്രമല്ല എന്റെ വിഗ് विग भी जला दी उसके, तभी पहचानने में नहीं आ रहा था. പറയണം, അത് പഴയ ജീപ്പായതുകൊണ്ടാണ് ബ്രേക്ക് പോയതെന്ന്. അതാണ്ടേ വണ്ടി എടുത്തു കൊണ്ടുവരുന്ന വഴിയാ. ഈ വണ്ടിയിൽ എവിടെ ചവിട്ടിയാലും ബ്രേക്കാ. क्या लिखा है उसमें? ഇതെന്നാ? ചെല്ലയ്ക്ക് കൊടുക്കണം. ഉതുപ്പച്ചാന്റെ കുഴലപ്പോ. കൊടുക്കാം. इसे पता नहीं चला ना जैसे इसने किया था ये सब കേരളത്തിന്റെ പ്രായമുണ്ടോ? ഡെല്ലയ്ക്ക് കൊടുക്കാൻ വേണ്ടി തന്നതാ. നമുക്ക് ടച്ചിങ് ചാറ്റ് എടുക്കാം. ഓടുന്ന തന്നെ ഭാഗ്യം. നമ്മൾ എങ്ങനെയൊക്കെ പോയിട്ട് അവന്മാരെങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ പുറകെ തന്നെ വരുന്നത്? അതാ മനസ്സിലാകാത്ത ഇവിടെ. Oh, stop the siren. Put a siren off it.
അത് ശരിയാണല്ലോ. 10 കിലോമീറ്റർ പുറകെ ക്രോസ് ആയിരൻ എന്നിട്ട് ഫോളോ ചെയ്യുന്ന പോലും ഫോളോ ചെയ്യുന്നു. Bad idiots. Bloody fools. तो ट्रक आ रहा वहां से. अच्छा वो भी वहीं गया. വണ്ടി തുരങ്കത്തിൽ ഇടിച്ച് നിന്നിട്ടൂടെ? ഏത് തുരങ്കത്തില്? അറിയില്ല, ചുറ്റും ഇരുട്ടാ. നോക്കട്ടെ. കണ്ണൂർ നോക്ക്. ലൈറ്റ് ഇടാ. തുറന്നു നോക്കടാ. कंटेनर के अंदर आ गए. തുരങ്കം നമ്മളെ വിഴുങ്ങി. ഇതെന്തുവാണ്? എനിക്ക് എന്റെ അമ്മ എടുത്ത് പോകണ്ടായേ. എന്താ എന്റെ അമ്മ മരിച്ചതാ. അത് തുറന്നു ഇടിഞ്ഞു. और उन्होंने बंद भी कर दिया उसको. അയ്യാ इन्हें किडनैप कर लिया किसी ने. ഇവിടെ നമ്മൾ പിന്നെ ഓടി തുടങ്ങി. നോ പ്രോബ്ലം മാൻ. മൂവ്. നമ്മളല്ല വണ്ടി ഓടിക്കുന്നത്. നമ്മളല്ലേ फिर कौन कर रहा है? പിന്നെ ആരാണ്? अच्छा इसी ने किडनैप कर लिया उसे. ഇനി വാഴ്ക്ക ഫുള്ള ट्विस्ट पे ट्विस्ट आए जा रहे हैं. पकड़ लिया उसने इसे फिर से. போ முன்னாடி போ. அப்படியே திருப்பு. போய் நம்மள்ட்ட போய் நிறுத்து. போ முன்னாடி, இன்னும் முன்னாடி. ஓகே. டேய் ஆம்புலன்ஸ் வெளியே தள்ளிட்டு அவனை மட்டும் உள்ள வச்சு அடியோ அடின்னு அடிச்சு நம்ம ஹோட்டல் வரைக்கும் எழுதிடுவாங்க. முக்கியமா அவனை அடிக்கிற இடையில கொத்து மிரட்டணும். போகடா போக. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ബോംബും തോക്കെടുക്കുമ്പോ ആലോചിക്കണോ? അയ്യോ ബ്രദർ ഐ ടേക്ക് ഓൺലി ദാറ്റ് കമ്മട്ടം പ്ലീസ്. അണ്ണാ அந்த கம்மட்டம் மட்டும் கொடு அண்ணா. எந்த அண்ணனா പൊറോട്ടടിയും കമ്മട്ടം. ये भी वहीं पहुंच गए. brother please அண்ணா அண்ணா take in that gramawasis. fools. तो लेके चले गए उसको फिर से. पूरे चला गया वहां से लेके. पर वो बॉक्स वही है ना? हाँ वो तो वही है. हाँ बॉक्स में. നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചടാ എന്റെ കുഞ്ഞെ. അയ്യോ എന്നെ ആ ഇന്റലിജൻസുകാർക്ക് വിട്ടുകൊടുക്കരുത് സാർ. എനിക്കാണെങ്കിൽ ഹിന്ദി പിടിക്കും സാർ. എന്തായാലും പിടിക്കും സാർ. 1 മണിക്കൂർ സമയം. എന്താടോ സാറേ ആ സാത്താൻ സേവർ. ये भी आ गया. സാറേ ആ ഷമീറല്ലേ നിൽക്കണത്? സാറേ ഒതുക്കട്ടെ. ഒതുക്കൊതുക്കും സാറേ. നമുക്ക് പണ്ട് ഒതുക്കി കൊടുത്താലോ? അവൻ ഒതുക്കും. ഒരിക്കലും ഒതുക്കരുത്. കുറെ നാളെ ഇവൻ നമ്മളെ പോലീസുകാരായിട്ട് വട്ടം ചുറ്റിച്ചോണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച തന്നെ പാത്രത്തിൽ ബോംബ് വെച്ച് വന്ന് നമ്മളെ പേടിപ്പിച്ചില്ലേ? ശരിയാ. സാറിന് എന്ത് നഷ്ടപ്പെടാതിരിക്കുക. ഓടാ ഗോവിന്ദ, ആടി 6 ഹോണ്. ഗോവിന്ദ അടിക്കടാ. ഓക്കെ സാർ. സാറേ അവര് ഹോണടിച്ചിട്ടാ. മണ്ടൻ ഷമീർ സൈക്കോളജിക്കൽ മൂവ് നടത്തുന്നു. കിടക്കട്ടെ ഒരു ഹൈലൈറ്റ്. സാറേ അവർ ലൈറ്റ് ഇട്ടു. നീ വിടറാ ലൈറ്റ്. ഇട്ടു സാർ. അതാണ് കുറച്ച് കളർ ബൾബ് കൂടെ വേണമായിരുന്നല്ലേ സാറേ? കറക്റ്റ്. ഓഹോ എന്നാ ഈ സേവ്യറിന്ന് രണ്ടിലൊന്നും അറിയണം. അല്ല സാറേ നമുക്കൊന്ന് പൊടിക്കൊതിക്കാലോ? സാറേ നേരെയില്ലാത്ത നേരത്തെ യുദ്ധത്തിന് പോണം. എനിക്ക് മതിയായി. മിണ്ടരുത്. അവനെ ഒരിക്കൽ പേടിച്ചാ പിന്നെ കാലാകാലം മുഴുവൻ പേടിക്കേണ്ടി വരും. പിടിച്ചിരുന്നോ? നീ അവസാന നിമിഷം വരെ അവൻ കരുതും ഞാൻ വെട്ടിക്കൊന്നു. ഇല്ലാന്ന് മനസ്സിലാവും. ഇന്നാണോ ഷമീർ എത്തി തീർന്ന്? സാറേ നമുക്കൊന്ന് ഒതുക്കിയാലോ? മിണ്ടരുത്. മുമ്പോട്ടെടുക്കും. ഇന്ന് രണ്ടിലൊന്നും അറിയണം. അതാണ് സമീർ സാർ സൂപ്പർ. Oh!